ഹലോ ഗൈസ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗിരീഷും രജനിയുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലാണ് ട്ടോ തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ രജനി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു ഗിരീഷ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗിരീഷ് ചേട്ടൻ പതിവ് പോലെ നമ്മുടെ രജനിയെ സമാധാനിപ്പിക്കുകയാണ്. താൻ പേടിക്കണ്ട, ഞാൻ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഇനിയെല്ലാം പോലീസ് നോക്കിക്കോളും തനുജയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ രജനി പറയുന്നുണ്ട്, എനിക്ക് ബലരാമൻ അങ്കിളിനോട് ഇപ്പൊ ദേഷ്യം കൂടുതലൊന്നും, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും അദ്ദേഹം ഒന്നും ഏറ്റുപറയാൻ എന്താ പറയാ സന്നദ്ധനാകുന്നില്ലല്ലോ, ഇനി ആരുടെ മരണം കാത്താണ് അയാൾ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗിരീഷ് ഏട്ടൻ ഇങ്ങനെ കൂളാക്കുകയാണ് നമ്മുടെ രജനിയുടെ. പൊട്ടെ സാരില്ല, എന്നെങ്കിലും അദ്ദേഹം പറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുവാണ്. പുറത്താണെങ്കിൽ എല്ലാവരും കൂടെ നമ്മുടെ സിദ്ധാർത്ഥനെ ഇട്ട് കൊത്തി വലിക്കുക. നമ്മുടെ നന്ദനായാലും ശരി, ദേവിക ആയാലും ശരി, നമ്മുടെ പ്രഭാവതി ആയാലും ശരി, എല്ലാവരും നമ്മുടെ സിദ്ധാർത്ഥനോട് ഒരേ സ്വരത്തിൽ പറയുന്നത് പോലീസിൽ അറിയിക്കണം എന്നാണ്. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പറയുന്നത്, ഇപ്പൊ വേണ്ട, വേണ്ടെന്ന് ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ഗിരീഷ് വരട്ടെ, ഗിരീഷ് അല്ല അവളുടെ ഭർത്താവ്, അവൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം എന്നൊക്കെ ആട്ടോ. അപ്പൊ നമ്മുടെ നന്ദന് കൺട്രോൾ വിട്ടിട്ട് നന്ദൻ അവിടെ നിന്നും എല്ലാവരെയും തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഞാൻ തനുജയെ പോയി എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ട്ടോ. അപ്പൊ നമ്മുടെ ദേവിക്കും പ്രഭാവതിക്കും ഭയങ്കര പേടിയായി, ഇനി നന്ദൻ അവിടെ ചെന്ന് എന്ത് കാട്ടിക്കൂട്ടുവോ ആവോ അല്ലെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഗിരീഷ് തിരികെ ആ ഒരു രജനീനെ കണ്ടിട്ട് വരുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥന് സാറിനോട് പറയുന്നുണ്ട്, ഞാനിത് പോലീസിൽ കേസ് കൊടുക്കാൻ പോവാട്ടോ സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ നമ്മുടെ സിദ്ധാർത്ഥന്റെ അനുവാദം ഒന്നും ചോദിക്കാൻ നിൽക്കാതെ എന്താ പറയാ ഗിരീഷ് പോലീസിനെ വിളിച്ച് ഇങ്ങനെ കേസ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്റെയും ഉദ്ദേശം അത് തന്നെയായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് വേണ്ടിയിരുന്നില്ല ഗിരീഷ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗിരീഷ് ഒന്നും നോക്കാതെ ചോദിക്കുന്നുണ്ട്, സാർ എന്തിനു ഇത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നത്, ഇനി സാറിന്റെ തന്നെ മകളാണോ തനുജ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണല്ലോ സാറിന്റെ സംസാരം എന്ന് നമ്മുടെ സിദ്ധാർത്ഥനോട് മുഖത്ത് നോക്കി പറയുവാട്ടോ. അപ്പൊ നമ്മുടെ പ്രഭാവതി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എനിക്ക് ഇനി മറച്ചു വെക്കാനില്ല, പക്ഷെ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്കറിയാം എന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ ഒരു തർക്കുത്തരം പോലെ പറയുക കേട്ടോ. പിന്നീട് നമ്മുടെ നന്ദനെ നമ്മുടെ മുരളിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ. അപ്പൊ നമ്മുടെ നന്ദൻ പോകും വഴി നമ്മുടെ മുരളി കാണുകയും മുരളി നന്ദനെ ബലം പ്രയോഗിച്ച് നമ്മുടെ മുരളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. അപ്പൊ നമ്മുടെ ദേവി വിളിക്കുന്നുണ്ട് അവിടേക്ക്. അപ്പൊ നമ്മുടെ ദേവി നമ്മുടെ മുരളി ഏട്ടനോട് പറയുന്നുണ്ട്, നന്ദനെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കണം, ഇപ്പൊ നമ്മുടെ തനുജയുടെ അടുത്ത് പോയി എന്തെങ്കിലും ചെയ്താൽ കേസ് നമ്മുടെ നേർക്കാവും, ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി എന്നൊക്കെ നമ്മുടെ മുരളിയുടെ അടുത്ത് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ആ അത് തന്നെ ഞങ്ങളും നന്ദനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങൾ നന്ദനെ നോക്കിക്കോളാം ദേവി, ഒന്നും കൂടി പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗരിയും നമ്മുടെ ഭാർഗവിയും എല്ലാവരും കൂടെ നമ്മുടെ നന്ദനെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ അവിടെ ഇരുത്തിയിരിക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ സിദ്ധാർത്ഥനെ എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആവോ ദൈവത്തിനറിയാലോ. പ്രേക്ഷകരെ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.